ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിവൈസ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ ഹെൽത്ത്, പിന്നെ നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻസേഴ്സും എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു UI ആണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ആൻഡ് ദോസ് ഹു ഡോണ്ട് നോ മലയാളം, യു ക്യാൻ turn on the caption button. I have added English subtitles. Okay. ആദ്യം നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോർ എടുക്കുകയാണ് വേണ്ടത്. പ്ലേ സ്റ്റോർ ഇടുന്നതിന് ശേഷം അതിനെ സെർച്ച് ബാറിൽ ഡിവൈസ് ഇൻഫോ എന്ന് സെർച്ച് അടിക്കുക. ഈ ആപ്പ് നല്ലൊരു ആപ്പായിട്ടാണ്, എന്നാലും ഭയങ്കര സിമ്പിളായിട്ടുള്ള UI ആണ്. ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ആപ്പാണ് ഡിവൈസ് ഇൻഫോ ആൻഡ് സിസ്റ്റം ആൻഡ് CPU ഇൻഫോ. ഇതിന് 4.5 റേറ്റിംഗുള്ള ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആപ്പാണ്. അതിൽ നിന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഓപ്പൺ ആകും. ഇതിൻ്റെ ഇപ്പം ഡാഷ്ബോർഡ് കണ്ടില്ല, നല്ല സിമ്പിളായിട്ടുള്ള ആപ്പല്ല. നമ്മളെ CPU സ്റ്റാറ്റസ്, പിന്നെ RAM യൂസേജ്, റിയൽ ടൈം ആയിട്ടുള്ള ഇൻറ്റർണൽ സ്റ്റോറേജ്, ബാറ്ററി, പിന്നെ നമ്മുടെ ഫോണിൻ്റെ സെൻസേഴ്സ്, ടൂൾസ്, പിന്നെ അനലൈസ് ചെയ്യുന്ന, പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ സിസ്റ്റം ടാബ്സിൽ ഇങ്ങനെ CPU, ബാറ്ററി, നെറ്റ്വർക്ക്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാണിക്കും. നമുക്ക് സിസ്റ്റം ടാബ്സ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ബാറ്ററീൻ്റെ ടാബാണ്. ഈ ബാറ്ററീൻ്റെ നമ്മൾ എത്ര ചാർജ് പെർസെൻറ്റേജ്, ബാറ്ററീൻ്റെ ഹെൽത്ത്, പിന്നെ സ്റ്റാറ്റസ്, പിന്നെ പവർ സോഴ്സ്, പിന്നെ എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന് വരെ കാണിക്കുന്നത്. പിന്നെ എത്ര ഇത് തെർമൽ, ഇത് നമ്മുടെ ഫോണിൻ്റെ ഓരോ ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ ഫോണിൽ എത്ര സെൻസേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ ഫോണിൻ്റെ ഇത് ഓറിയൻറ്റേഷൻ മാറ്റുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ ഗൈറോസ്കോപ്പ്, അതിൻ്റെ എല്ലാം റിയൽ ടൈം ആയിട്ടുള്ള നമ്മുടെ സെൻസേഴ്സിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും കാണിച്ചു തരാം. കണ്ട, ഇതിപ്പോൾ ഞാൻ ഫോൺ മാറ്റുന്നതിനനുസരിച്ച് ഗൈറോസ്കോപ്പിൻ്റെ ഇതെല്ലാം മാറുന്നുണ്ട്. ആ ഫോണിൻ്റെ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ഫോണിൻ്റെ സെൻസേഴ്സെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേറെ സെപ്പറേറ്റുള്ള ടെസ്റ്റും ഉണ്ട്. ഇതിനകത്ത് പല ടെസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു സമയം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതാണ് ഞാൻ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഫ്ലാഷ് ലൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് അതിന് നമ്മൾ അതിൻ്റെ അലവ് കൊടുത്ത് നമ്മൾ ഇപ്പോൾ എൻ്റെ ഫോണിന് ഫ്ലാഷ് ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യെസ് കൊടുത്തു. അന്നേരം ഫ്ലാഷ് ലൈറ്റ് നോർമലാണ് ഇതിനകത്ത് കാണിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മുകളിൽ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നടത്തി തരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബ്രൈറ്റ്നസ് നല്ല കൂടിയിട്ടാണ്, അതുകൊണ്ട് അതിനകത്ത് എൻ്റെ ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് ബാറ്ററി വേഗം തീരുന്നു കാണിക്കും. ഞാൻ ബ്രൈറ്റ്നസ് ഇപ്പം കുറക്കാം. ഓക്കെ, ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ചെക്ക് ചെയ്യുന്ന എൻ്റെ ഫോണിൽ ഇത് മൊത്തം ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് കാണിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതാ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇതൊരു ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്.